പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചെടികളുടെ വളർച്ച ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ്. നമ്മൾ ആ ചെടിക്ക് ഏത് പോട്ടി മിക്സ് ആണോ കൊടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ പ്ലാന്റ്സിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നൊരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. തികച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്, അതായത് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചട്ടിയിൽ നമ്മൾ അകത്ത് സൂക്ഷിക്കുന്ന പ്ലാന്റുകളെയാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് പോഷകങ്ങളൊന്നും നമ്മൾ ഈ ചട്ടിയിൽ കൊടുക്കുന്നത് മാത്രമേ ആ ഒരു പ്ലാന്റിന് കിട്ടുകയുള്ളൂ. നമ്മൾ മണ്ണിൽ നടുന്ന പോലെ മറ്റ് ഘടകങ്ങളൊന്നും ആ പ്ലാന്റിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പോട്ടി മിക്സ് വേണം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിന് പറ്റിയ ഒരു പോട്ടി മിക്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് പോട്ടി മിക്സാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഈ ഒരു പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ സെയിലിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. ഒത്തിരി കോംബോ ഓഫേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊറിയറൊക്കെ ആയിട്ട് അയക്കാനൊക്കെ പറ്റും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ബെസ്റ്റ് പോട്ടി മിക്സ് ഫോർ ഇൻഡോർ പ്ലാന്റ്സ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചധികം കെയർ ചെയ്യേണ്ട പ്ലാന്റ്സ് തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, വളത്തിൻ്റെ അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്ലാന്റ്സ് തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സ്. നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് നടുന്ന പ്ലാന്റ്സിന് നമുക്കറിയാം സൂര്യപ്രകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ മണ്ണിൽ നിന്നുള്ള മറ്റ് വളങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കൊണ്ട് ആ ഒരു പ്ലാന്റിനേക്കാളും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ട പ്ലാന്റ്സ് ആണ് നമ്മൾ ചട്ടിയിൽ നടുന്ന ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ പ്ലാന്റ്സ്. അപ്പോൾ ഇതിന് നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കൂ. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ റീപോർട്ട് ചെയ്യുന്നത് മുതൽ നമ്മുടെ പ്ലാന്റ് നമ്മൾ അതിൻ്റെ ഓരോ വളർച്ച നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ, അതായത് നമ്മൾ പോട്ട് മാറ്റുന്ന സമയത്ത് തന്നെ പോട്ടി മിക്സ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യേണ്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൊക്കോപീറ്റ് ആണ്. നമുക്കറിയാം കൊക്കോപീറ്റ് നമ്മുടെ പോട്ടി മിക്സിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചെടിയിലൊക്കെ നനവ് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥമാണ് കൊക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച കൊക്കോപീറ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ്. നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ മണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മണലാണ്. മണൽ എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ എംസാൻഡ് ആണ് എടുത്തിട്ടുള്ളത്. എംസാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മണൽ കിട്ടുന്നവർ തീർച്ചയായിട്ടും മണൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മണൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പം വെള്ളം ഒട്ടും തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പം മണൽ അല്ലെങ്കിൽ പെർലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെർലൈറ്റ് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഞാനിവിടെ ചാണകപ്പൊടി ആഡ് ചെയ്യുന്നില്ല. പകരം ഞാനിവിടെ ഒരു ബയോ ഓർഗാനിക് ഫെർട്ടിലൈസറാണ്, ഗ്രീൻ എന്ന് പേരുള്ളൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇങ്ങനെ ഒത്തിരി ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. ഞാനൊരു 100 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആകുമ്പോൾ ഒരു പ്ലാന്റിന് നമുക്ക് 100 ഗ്രാമൊക്കെ യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഞാൻ ഈ ഓർഗാനിക് ഫെർട്ടിലൈസറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഫെർട്ടിലൈസർ ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ആകുമ്പോൾ 30 ദിവസത്തിലൊരിക്കൽ ഇത് യൂസ് ചെയ്യാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊരു 100 ഗ്രാമൊക്കെ വെച്ചിട്ട് ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വെള്ളമൊക്കെ വാർന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഹോൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് നിറയ്ക്കേണ്ട ഒരു പകുതി ആകുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി പോട്ട് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെടി നടാനായിട്ടുള്ള സ്പേസ് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതിയോളം നമുക്ക് പോട്ട് മിക്സ് നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കും.
ഞാൻ നമ്മുടെ ഈ ഒരു പോട്ട് മിക്സിലേക്ക് നടുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അലോക്കേഷ്യ വെൽവെറ്റ് വെറൈറ്റിയാണ്. വളരെ നല്ലൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പോട്ട് മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് പോട്ട് മിക്സ് നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെടി നടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു പകുതിയോളം നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി നട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടീൻ്റെ ബാക്കിയുള്ള സ്പേസിലേക്ക് ചട്ടിയിലേക്ക് നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞതിന് ശേഷം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാനിപ്പോൾ നനയ്ക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ പോട്ട് മിക്സിന് അത്യാവശ്യം നല്ല നനവുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പോട്ട് മിക്സിൽ നനവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോട്ട് മിക്സ് വളരെ സിമ്പിളാണ്, എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നട്ട് നോക്കുക. നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.